ലിസ്ബത്ത് വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു കറിയാണ്. പ്രത്യേകിച്ച് ഈ നോയമ്പ് കാലത്തൊക്കെ നമുക്ക് കൂട്ടാൻ പറ്റിയ അടിപൊളി കറി എന്ന് തന്നെ പറയാം. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. വേറൊന്നുമല്ല, പൈനാപ്പിൾ മോര് കറി. അതിനായിട്ട് ഞാനൊരു പകുതി പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തതാണ്. പിന്നെ പുളിപ്പില്ലാത്ത 1 കിലോ തൈര് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പുളിപ്പ് മാത്രമേ ഉള്ളൂ അതിന്. ഒരു സവോള അരിഞ്ഞത്, 4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, 1.5 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, എരിവിന് ആവശ്യത്തിന് പച്ചമുളക്. ഞാനൊരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കടുക് പൊട്ടിക്കുമ്പോൾ ചേർക്കാനായിട്ട് കുറച്ച് ഉള്ളി അരിഞ്ഞത്, വറ്റൽമുളക്, കറിവേപ്പില, 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 2-2.5 ടീസ്പൂൺ പഞ്ചസാര, പാകത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ, പിന്നെ 1/4 ടീസ്പൂൺ ജീരകം വേണം കേട്ടോ, ചെറിയ ജീരകം. ഇനി പാൻ അടുപ്പ് വയ്ക്കാം. ചൂടായ പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ആയിരിക്കും ഇതിനൊക്കെ നല്ലത്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ബാക്കി 1/2 ടീസ്പൂൺ നമുക്ക് പിന്നെ ലാസ്റ്റ് ചേർക്കാം. കടുകും അതുപോലെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ഉലുവയിൽ നിന്ന് ഒരു പകുതി ഉലുവയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മതി ഉലുവ. ഇത് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇത്രയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ചൊന്ന് മൂത്ത് വരണം. ഒത്തിരി അങ്ങനെ ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല, എന്നാലും ഒരുവിധം വഴണ്ട് വരണം. കൂട്ടത്തിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് വഴറ്റാം. ഇപ്പോൾ ഉള്ളിയൊക്കെ പാകത്തിന് മൂത്തിട്ടുണ്ട്. ഇത്രയും മൂത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുകയാണ്. പൈനാപ്പിളും ചേർത്ത് അത് വേവാൻ പാകത്തിന് വെള്ളം ഒഴിക്കണം. ഇന്നൊക്കെ തന്നെ വെള്ളം ഒഴിക്കാം. പിന്നെ മോര് കറിയാകുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം വേണമല്ലോ. എന്ന് കരുതി ഒത്തിരി വെള്ളം ഒഴിക്കണ്ട, കുറച്ച് വെള്ളം മതി. അപ്പോൾ അതനുസരിച്ച് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിന് ഉപ്പ്, ഇപ്പോൾ ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് തന്നെ വേവിക്കാം. ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് തുറന്ന് നോക്കണം, ഒന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ വേണം. പൈനാപ്പിൾ വേവുന്ന സമയം കൊണ്ട് നമുക്ക് തൈര് നടിച്ചെടുക്കാം. അതിനായിട്ട് 1/4 ടീസ്പൂൺ ജീരകം വേണം. ജീരകം കൂടെ ചേർത്ത് വേണം നമ്മളിത് അടിച്ചെടുക്കേണ്ടത്. ഇപ്പം തൈര് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ജീരകവും നല്ലതുപോലെ അരഞ്ഞിട്ടുണ്ട്. പൈനാപ്പിൾ അത്ര വെന്തിട്ടില്ല കേട്ടോ. ഇപ്പം കുറച്ച് സമയം കൂടി ഒന്ന് വേവണം. അത് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ പൈനാപ്പിൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടൊക്കെ കുറച്ചൊന്ന് ആറിയതിന് ശേഷം വേണം നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ ഒരുവിധം പറ്റി. ഇതിനകത്ത് ഇപ്പോൾ അധികം വെള്ളമൊന്നുമില്ല. ഒരു ഗ്ലാസ് വെള്ളമൊക്കെ, 1-1.5 ഗ്ലാസ് വെള്ളമൊക്കെ ഉള്ളൂ. അത്രയും വെള്ളം കുഴപ്പമില്ല. പിന്നെ വേറെ ഒട്ടും വെള്ളം നമ്മൾ ചേർക്കുന്നില്ല. തൈര് അടിച്ചത് മാത്രമേ ഉള്ളൂ. നിങ്ങളെടുക്കുമ്പോൾ നല്ല പുളിപ്പുള്ള തൈരാണെങ്കിൽ തേങ്ങ അരയ്ക്കണം. തേങ്ങ നല്ലതുപോലെ അരച്ചെടുത്തിട്ട് ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ തേങ്ങയും കൂടി ഇട്ടൊന്ന് തിളപ്പിക്കണം. നല്ലതുപോലെ തിളച്ച് കുറച്ച് ചൂടാറിയതിന് ശേഷം മോര് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന തൈരുണ്ടല്ലോ, തൈരോ മോരോ എന്തായാലും അത് പുളിപ്പ് കൂടാൻ മാത്രമേ ഒഴിക്കാവുള്ളൂ. ഉള്ള തൈരും മോരും ഒത്തിരി അങ്ങ് ഒഴിക്കരുത്. പുളിപ്പുള്ളതിൻ്റെ കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഞാൻ അടിച്ചത് ഫുള്ള് ഒഴിക്കുന്നുണ്ട്, കാരണം ഇതിന് പുളിപ്പില്ലാത്തതുകൊണ്ട്. പുളിപ്പുള്ളതാണെങ്കിൽ ശ്രദ്ധിച്ച് ഒഴിക്കാവുള്ളൂ. പാകം പുളിപ്പിന് മാത്രം ഉള്ളത് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഒരുവിധം ആറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മോരൊഴിച്ച് കൊടുക്കാം. മോരൊഴിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. കൈയെടുക്കാൻ പാടില്ല. ഇളക്കി ഒന്ന് ചൂടായാൽ മതി. നല്ലതുപോലെ ഒന്ന് ചൂടാകണം. തിളയ്ക്കാൻ സമ്മതിക്കരുത്. തിളയ്ക്കുമ്പോൾ പിരിയും.
അതുകൊണ്ട് നല്ലപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ടിന്യൂസ് നമ്മൾ ഇളക്കണം. അതുപോലെ മീഡിയം ഫ്ലെയിമിൽ ഇടാവുള്ളൂ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാലും ചിലപ്പോൾ ഇത് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ഒഴിക്കുന്ന സമയത്ത് തന്നെ ഒഴിച്ചിട്ട് അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഉപ്പും പുളിപ്പും ഒക്കെ. പുളിപ്പ് ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 2-2.5 ടീസ്പൂൺ പഞ്ചസാരയോളം വേണം. പഞ്ചസാരയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. കുറച്ച് മധുരിപ്പ് വന്നാൽ മാത്രമാണ് അതിൻ്റെ നല്ല രുചി വരുള്ളൂ. ഇപ്പോൾ പാകത്തിന് ഉപ്പും 2.5-3 വരെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അത്രയും പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. ഇപ്പം ഇതിവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് കടുക് വറുത്തിടാം. അതിൽ കടുക് വറുത്തിടുന്നതിലും കൂടിയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി കടുക് വറുക്കാനുള്ള പാനടുപ്പേ വയ്ക്കാം. ഇപ്പോൾ കടുക് വറുക്കുമ്പോൾ കുറച്ച് എണ്ണ അധികം വേണം. സാധാരണ കടുക് പൊട്ടിക്കുന്ന പോലെയല്ല, കുറച്ചധികം എണ്ണ വേണം. എന്ന് വെച്ചാൽ ഒത്തിരിയല്ല, എന്നാലും ഇത്രയും എണ്ണ വേണം. എണ്ണ ചൂടായി കഴിയുമ്പം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കടുക് ഉലുവയുണ്ടല്ലോ, അത് ആദ്യം പകുതി ഇട്ടുള്ളൂ. ഇനി ബാക്കിയുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയും പൊട്ടിക്കഴിയുമ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയ ബ്രൗൺ കളറാകുമ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി മതി. അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കുക. അത് കഴിഞ്ഞ് നമ്മൾ കറിയിലേക്ക് ഒഴിക്കുകയാണ്. ഇതിൻ്റെ 1/4 ഭാഗം നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ഭാഗം ആ പാത്രത്തിലിരുന്നോട്ടെ. അത് ഇളക്കിയെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ കടുക് പൊട്ടിക്കുന്നതിലും കൊണ്ടും ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇച്ചിരി എണ്ണയും അതുപോലെ ഈ മഞ്ഞപ്പൊടി, മുളക് പൊടിയൊക്കെ കൂടി അങ്ങ് മൂപ്പിച്ച് വരുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് ഇരിക്കുമ്പം നല്ലതുപോലെ കുറുകി വരും. ഇനി നമുക്കിതൊരു 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അടിപൊളി മോരുകറി റെഡിയായി കഴിഞ്ഞു. ഈ പൈനാപ്പിൾ ഇട്ട് മോരുകറി വയ്ക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ. ഒരു പൊടിക്ക് ഞാൻ ഇട്ടാണ് പഞ്ചസാരയും കൂടെ വരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.